ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബിനകത്തിലെ സംശയങ്ങളും കാര്യങ്ങളും ഒന്നും പറയാനല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പങ്കുവെക്കാൻ പറ്റാത്ത ഒരു 5 രഹസ്യങ്ങളുണ്ട്. അതിനകത്ത് ആ 5 രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം ഞാനാണെങ്കിൽ ഇതുപോലെ ഇത് എൻ്റേതായിട്ടുള്ള വാക്കുകളല്ല ഞാൻ പറയുന്നത്. പിന്നെ എക്സാമ്പിളൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ രീതി ഞാൻ പറഞ്ഞു തരാം. ഞാൻ നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനകത്ത് ഉള്ള കാര്യങ്ങൾ നല്ലതാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. പിന്നെ വേണ്ടാത്തവർക്ക് ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ കളയാം, അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവർക്ക് അത് സ്വീകരിക്കുക. എങ്ങനെയാണെന്ന് ഉൾക്കൊള്ളുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങളാണ്. അതുപോലെ തന്നെ ഇത് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഒന്നും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറഞ്ഞേക്കണം. കാരണം നമുക്കൊരു വിജയം കൈവരിക്കണമെങ്കിൽ അതിനകത്തൊരു രഹസ്യം ഉണ്ടായിരിക്കണം. അല്ലാതെ അത് മറ്റുള്ളവരോട് എല്ലാവരോടും പറഞ്ഞ് നടക്കരുത്. അത് നമുക്ക് സഫലമാകില്ല എന്നാണ്. അതിനെക്കുറിച്ചുള്ള 5 കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനോടാവട്ടെ, റിലേറ്റീവ്സിനോടാവട്ടെ, നമ്മുടെ ആരോടായാലും നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു തിരിച്ചടി നമുക്ക് കിട്ടുകയും മാക്സിമം നിങ്ങൾ തന്നെ ആലോചിച്ച് നമ്മുടെ ഒരു നല്ല വശം കാണുന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നതിൽ കുശുമ്പ് കണ്ടെത്തുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരും, അല്ലേ? അതിപ്പം ഫ്രണ്ട്സ് ആയാലിക്കോട്ടെ, റിലേറ്റീവ്സ് ആയി, മനുഷ്യനാണോ അതിൽ ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെ ഉള്ളവരായിരിക്കും. ഭൂരിപക്ഷവും ഞാൻ 100%-ൽ 75% ഉള്ള ആൾക്കാരെയാണ് പറഞ്ഞത്. 25% നല്ലവർ കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരുമായിട്ട് വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മൾ കൊണ്ട് അത് ചെയ്ത് നമുക്ക് പൂർത്തിയാക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അത് ഷെയർ ചെയ്തോ, നമ്മുടെ ആഗ്രഹം സഫലമായി കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് ഷെയർ ചെയ്തോ, അതിനൊരു കുഴപ്പവും വരത്തില്ല. പക്ഷേ നമ്മുടെ ആഗ്രഹം സഫലമാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവരുമായിട്ട് ഒരിക്കലും അത് മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരായിട്ട് ഈ ലോകത്ത് ആരുമില്ല, അല്ലേ? പക്ഷേ ആ തെറ്റുകളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പം ഉദാഹരണത്തിന് ഒരു തെറ്റ് വഴിക്ക് പോയ ഒരു മനുഷ്യന് അവരിപ്പം നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിനെക്കുറിച്ച് സുഹൃത്തിനോടോ ആരോടെങ്കിലുമൊക്കെ, നമ്മുടെ പാർട്ട്ണറിനോടോ അതിലെ സുഹൃത്തിനോടോ ആരോടെങ്കിലുമൊക്കെ പറയുന്ന ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാൻ നല്ല രീതിയിൽ അവർ ഇരുന്ന് തരും. എന്നിട്ട് ലാസ്റ്റ് എന്നാൽ അത് അങ്ങനെ പറയേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ ആ തെറ്റ് തിരുത്തിയിട്ട് നേർവഴിക്ക് പോകുമ്പോൾ നമ്മൾ ആ തെറ്റ് ചൂണ്ടി അത് വേണ്ട അത് മനസ്സിലാക്കി നമ്മൾ നേർവഴിക്ക് പോവുക. അതാണ് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ. അത് ആരോടെങ്കിലുമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമുള്ള ആൾക്കാരോട് പോലും നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ മാക്സിമം ചൂഷണം ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ, അല്ലേ? അത് നാളെ ഒരു സമയത്ത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മളിൽ എന്തായാലും മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നു ഒരു ചെറിയ ഒരു ഗ്യാപ്പ് രണ്ടുപേരുടെയും കൂടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് നമ്മൾ പറയുന്ന രഹസ്യങ്ങളെല്ലാം മറ്റ് ചെവികളിലോട്ട് എത്തുകയും നമ്മളവിടെ വെറും വിലയില്ലാതെ ആവുകയുമാണ് ചെയ്യുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ തെറ്റ് തിരുത്തിയിട്ട് നമ്മൾ നേർവഴിക്ക് പോവുക എന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും രേഖപ്പെടുത്തണം. മൂന്നാമത്തേതെന്ന് പറയുന്നത് ചിലർ നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നിൽക്കും. അതായത് ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു ബിസിനസ് തുടങ്ങണം. അപ്പോൾ ആ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോടോ അത് ആരോടെങ്കിലും പറയണം. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പറയുന്ന റീസണും കാര്യങ്ങളും ഒന്നും നോക്കണം. നമുക്ക് നമ്മുടെ ഒരു ഐഡിയ പൂർവ്വമായിട്ടൊരു കാര്യമുണ്ട്. അത് നമ്മൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അവർ ഈ കേട്ടിരിക്കുന്ന പല ആൾക്കാരുണ്ട്. 10 പേരാണെങ്കിൽ 10 പേർക്കും 10 അഭിപ്രായമായിരിക്കും. ആ അഭിപ്രായങ്ങൾ നമ്മളിലോട്ട് കുത്തി നിറയ്ക്കുകയും നമ്മുടെ ആ ഒരു മൈൻഡിനെ മാറ്റിയിട്ട് അവരുടെ ഐഡിയ പ്രകാരമായിരിക്കും നമ്മൾ പിന്നീടുള്ള ആ ബിസിനസ്സിലോട്ട് പോകുന്നതുമൊക്കെ. ആദ്യമൊക്കെ നമുക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത്
പൊട്ടിപ്പാളീസായി പോകത്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാട് എന്താണോ അത് തന്നെ നേരെ നോക്കി പോവുക. മറ്റുള്ളവർ നമ്മളിലോട്ട് കുത്തി നിറയ്ക്കുന്ന കാര്യങ്ങളും അവരുടെ ആ ഒരു രീതികളും ഒന്നും നമ്മൾ എടുത്ത് അതിനകത്ത് പ്രവർത്തിക്കാതിരിക്കുക. അത് മെയിനായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അത് നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വിജയിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് പേര് കാണും. അതേസമയം അതിനകത്ത് എന്തെങ്കിലും ഒരു പാളിച്ച ഇപ്പം ചിലപ്പോൾ നമ്മുടെ ഭാഗത്തൊന്നും ആയിരിക്കത്തില്ല. നമ്മളിപ്പം 10 പേരോട് പറയുമ്പോൾ 10 പേർക്കും 10 അഭിപ്രായമായിരിക്കും. അപ്പോൾ അവരുടെ അഭിപ്രായം കേട്ടും കൂടെ ആയിരിക്കും നമ്മളത് ചെയ്ത് തുടങ്ങുന്നത്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കാനും ഒരുപാട് ആൾക്കാരാണ്. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിക്ക് നിന്ന് കഴിഞ്ഞാൽ അത്രയും വലിയ കുഴപ്പമൊന്നും നമുക്ക് വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോത്സാഹനങ്ങൾ ആഗ്രഹിച്ച് നമ്മൾ ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാതിരിക്കുക എന്നതാണ് 4ാമത്തെ കാര്യം. അതായതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുരോഗതിയെക്കുറിച്ച് നമ്മൾ ആരോടും പറയരുത്. കാരണം നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടുവോളം പ്രോത്സാഹനം തരും. പ്രോത്സാഹനം തന്ന് നമ്മൾ പ്രോത്സാഹനമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർ, നമ്മളെ പുകഴ്ത്തിയൊക്കെ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മളത് കേട്ട് സൂചിച്ചിരിക്കും. ശരിക്കും നമ്മൾ അവിടെ ഇവരുടെ ഈ ഒരു പ്രോത്സാഹനം കൂടി വരുമ്പോൾ നമ്മൾ ശരിക്കും മടിച്ചികളാകുകയാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പ്രോത്സാഹനം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ ഇങ്ങനെ മടി പിടിച്ചതിൻ്റെ കാര്യത്തിനൊക്കെ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ജോലി ആയിക്കോട്ടെ, അങ്ങനെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനെ പ്രോത്സാഹിച്ച് നമ്മളത് മടി പിടിച്ചിരിക്കുന്ന കഴിഞ്ഞിട്ട് അതിൽ നിന്നും നമുക്ക് യാതൊരു ഗുണവും ഇല്ല. പ്രോത്സാഹനം കൂടിപ്പോയി കഴിഞ്ഞാൽ വിജയത്തേക്കാൾ കൂടുതലും പരാജയങ്ങളാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് പറയുന്നത് പ്രോത്സാഹനം ആഗ്രഹിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബന്ധങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അതാണ് മെയിനായിട്ടും ഉള്ള കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടോ അങ്ങനെ ഇച്ചിരി ഉന്നത തലത്തിലുള്ള ഏതൊരു വ്യക്തികളുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റിലേഷനോ ആത്മബന്ധമോ ഇച്ചിരി കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരോട് നമ്മളത് ഷെയർ ചെയ്ത് എനിക്ക് അവരുമായിട്ട് ഭയങ്കര നല്ല ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുക എൻ്റെ ഒരു നല്ലൊരു അടുത്ത സുഹൃത്താണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതായത് ഉന്നതങ്ങളിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് അങ്ങനെയൊക്കെ പറയും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു പൊസിഷനിൽ ഒരു ജോലിയിലൊക്കെ ഇരിക്കുന്ന ഒരാൾ, അപ്പം അവർക്ക് എന്തെങ്കിലും ഇപ്പം കേട്ടിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്ന് പോയി കഴിഞ്ഞാൽ അവർ പറയും, എടാ നീ അവരോടൊന്ന് ഹെൽപ്പ് ചോദിക്കുക, എനിക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങളൊന്ന് ശരിയാവട്ടെ എന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ മാക്സിമം അവർ നമ്മളെ ആ ഒരു സുഹൃത്തിൻ്റെ ആ ഒരു സുഹൃത്തിനോട് അത് ചോദിക്കാനുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളങ്ങനെ അത് ഇപ്പം ഉദാഹരണത്തിനൊരു ജോലിയുടെ സംബന്ധമായിട്ട് നമ്മൾ ചോദിക്കുന്നത്, പക്ഷേ ആ പുള്ളി ചെയ്യുന്ന ആ ജോലിയുടെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാത്ത ഒരു ആളിൻ്റെ റെക്കമെൻഡുമായിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അത് കൂടുതലും നമ്മുടെ ആ ഒരു ബന്ധവുമായിട്ടുള്ള അകലം കൂട്ടാനായിട്ട് നമുക്ക് നാളെ ഒരു സമയത്ത് വഴിയൊരുക്കത്തുള്ളൂ. അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യണം, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണം, പക്ഷേ അത് നോക്കിയും കണ്ടും ചെയ്യണം എന്നാണ് പറഞ്ഞത്. ബന്ധങ്ങളൊന്നും എല്ലാവരോടും പറഞ്ഞ് നമ്മൾ നടക്കരുത്. നാളെ ആ ബന്ധം നമുക്ക് ഇല്ലാതാകാനുള്ള വഴി ഒരുക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ച അറിവുകളാണ് എനിക്കിത്. അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ പിന്നൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.